ഹലോ ഇതാ നോക്കി നമ്മുടെ നെപ്പന്തസിൻ്റെ പ്ലാന്റൊക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നേരത്തെ ഒരു പഴയ പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിതാ ക്യാപ്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ക്യാപ്സ് ഇങ്ങനെ നിർത്താൻ വേറൊരു ചെറിയ ട്രിക്ക് ഉണ്ട് കേട്ടോ. ഈ ക്യാപ്സിൽ നമ്മൾ കുറച്ച് ലേശം വെള്ളം ഒന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സ് ഷ്രിങ്ക് ആവാതെ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഈ പുതിയ ക്യാപ്സ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതാ ഇത് നോക്കിയ ബുദ്ധ സ്പോട്ടിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ പുതിയ ഒത്തിരി ക്യാപ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ലേശം വെള്ളം നിർത്താമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്സ് ഷ്രിങ്ക് ആവാതെ നല്ല ഹെൽത്തി ആയിട്ട് കിടക്കും കേട്ടോ. ഇത് പറയാൻ മാത്രമല്ല നമ്മളിപ്പോൾ വന്നത്, ഞാൻ ഇങ്ങനെ കുറച്ച് മുമ്പേ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഇത് നമ്മൾ മൊക്കാറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. നിങ്ങൾക്ക് പലപ്പോഴും അറിയായിരിക്കും ഞാൻ മൊക്കാറ നിങ്ങളെ കാണിക്കാറുള്ളത് ഈ ഒരു സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു സന്തോഷം ഞാൻ കണ്ടു കേട്ടോ. ഇതിൽ നമ്മൾ പ്ലേസസ് ഒന്നും അധികമായിട്ട് ചെയ്യാറില്ല. നോർമലി വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ. ചിലപ്പോഴെങ്ങനെ കാരണം ഈ വരുന്ന പ്ലാന്റ് നമുക്ക് സെയിലായി പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പ്ലേസസ് ഇതിനകത്ത് ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം ഞാനൊരു സന്തോഷം കണ്ടത് ഇത് നോക്കി, നമ്മുടെ വൈറ്റ് സ്പോട്ടിൻ്റെ പ്ലാന്റ് ആണ്. ഇത് വൈറ്റ് സ്പോട്ടിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ അതിൽ ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മൊക്കാറയുടെ നല്ല പീക്ക് സീസൺ ആണ് കേട്ടോ വരാൻ പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, വെയിൽ ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം വെയിൽ തട്ടി തുടങ്ങിയാൽ നമ്മുടെ മൊക്കാറ ഫ്ലവർ ചെയ്ത് തുടങ്ങും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഇത്. നന്നായിട്ട് വെയിൽ കൊള്ളത്തില്ല ഈ ഒരു പോർഷനിൽ. അത്യാവശ്യം ഒരു തണുത്ത ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ മൊക്കാറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ പോർഷൻ. എന്നിട്ട് കൂടിയിട്ടും ബഡ് വന്ന് തുടങ്ങിയിട്ടാ. നോക്കി എന്നാ ഒരു കാഴ്ചയാണെന്ന് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇനി മൊക്കാറയുടെ പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.